ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ച ആദ്യത്തെയാൾ നോളൻ അർബാഗ് തന്റെ കൈകൾ ഉപയോഗിക്കാതെ മനസ്സുകൊണ്ട് കഴ്സർ നിയന്ത്രിച്ച് കമ്പ്യൂട്ടറിൽ ചെസ് കളിക്കുന്ന വീഡിയോ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ഇരുപത്തിയൊൻപതുകാരനായ നോളൻ അർബോയ്ക്ക് പക്ഷാഘാതം ബാധിച്ചതാണ്. 8 വർഷം മുൻപ് നടന്ന ആക്സിഡന്റിൽ നോളൻഡിന് തന്റെ ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടിരുന്നു. അതേസമയം മസ്കിന്റെ ന്യൂറോലിങ്കിന് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഹ്യൂമൻ ട്രയൽ റിക്രൂട്ട്മെന്റിനുള്ള അംഗീകാരം ലഭിച്ചതോടെ ജനുവരിയിലാണ് ഇത് ആദ്യമായി മനുഷ്യനിൽ ഇംപ്ലാന്റ് ചെയ്യുന്നത്. ആ വ്യക്തിയാണ് നോളൻ അർബാഗ്. ന്യൂറാലിങ്ക് ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ച ആദ്യത്തെ മനുഷ്യന് മനസ്സുകൊണ്ട് കമ്പ്യൂട്ടർ മൗസ് നിയന്ത്രിക്കാൻ സാധിച്ചതായി ഇലോൺ മസ്ക് അന്ന് തന്നെ അറിയിച്ചിരുന്നു. രോഗിയിൽ നിന്ന് പരമാവധി ലഭിക്കാവുന്നത്ര മൗസ് ബട്ടൺ ക്ലിക്കുകൾ നേടാനാണ് ന്യൂറാലിങ്ക് ശ്രമിക്കുന്നതെന്നാണ് മസ്ക് പറഞ്ഞത്. ചിപ്പ് ഘടിപ്പിച്ച നോളൻ അർബാഗ് പൂർണ്ണമായും സുഖം പ്രാപിച്ചതായും മസ്ക് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അർബാഗ് അവിശ്വസനീയമായ രീതിയിൽ കൈകൾ ഉപയോഗിക്കാതെ മനസ്സുകൊണ്ട് കഴ്സർ നിയന്ത്രിച്ച് ചെസ് കളിക്കുന്ന വീഡിയോയാണ് പുറത്തുവന്നിരിക്കുന്നത്. ന്യൂറാലിങ്കിന്റെ തകർപ്പൻ സാങ്കേതിക വിദ്യയിൽ താൻ അമ്പരന്നു പോയതായി അർബാഗ് വീഡിയോയിൽ പറയുന്നു. ആക്സിഡന്റ് നടന്നതിന് ശേഷം ഗെയിം കളിക്കുന്നതെല്ലാം ഞാൻ ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ ഇതെന്റെ ജീവിതത്തെ മാറ്റിമറിച്ചുവെന്നും അർബാഗ് വ്യക്തമാക്കി. ന്യൂറാലിങ്കിന്റെ ചിപ്പ് മനുഷ്യനിൽ ഘടിപ്പിക്കാൻ വെറും 30 മിനിറ്റ് മാത്രമാണ് സമയമെടുത്തതെന്നും ഇതിന് ജനറൽ അനസ്തേഷ്യ ആവശ്യമില്ലെന്നും മസ്ക് പറഞ്ഞിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം രോഗിക്ക് അന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനുവരിയിൽ റോബോട്ടിക് ശസ്ത്രക്രിയ വഴിയാണ് അർബാഗിന്റെ തലയിൽ ചിപ്പ് ഘടിപ്പിച്ചത്. ടെലിപ്പതി എന്നാണ് തലച്ചോറിനെയും കമ്പ്യൂട്ടറിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഉപകരണത്തിന് പേരിട്ടിരിക്കുന്നത്. ന്യൂറാലിങ്കിന്റെ 6 വർഷം നീളുന്ന ടെലിപ്പതി പദ്ധതിയുടെ ആദ്യഘട്ടമായിരുന്നു ഇത്. 2016 മസ്ക് സഹസ്ഥാപകനായി സ്ഥാപിച്ച ന്യൂറോ ടെക്നോളജി കമ്പനിയുടെ പദ്ധതിയായിരുന്നു ഈ ബ്രെയിൻ ചിപ്പ്. മസ്തിഷ്കവും കമ്പ്യൂട്ടറും തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയമാണ് ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത്. ചലനശേഷി നഷ്ടപ്പെട്ടവർക്കും ശാരീരിക അവശതകളുള്ളവർക്കും സഹായകമാവുന്ന ഈ ചിപ്പ് ഓട്ടിസം, വിഷാദം, സ്കീസോഫ്രീനിയ തുടങ്ങിയ അവസ്ഥകളുള്ളവർക്കും ഉപയോഗിക്കാമെന്ന് മസ്ക് അവകാശപ്പെടുന്നു.